ഇനി നാരദ മഹർഷി ഈ ധ്യാനത്തിന് ബലം പകരുന്നതിന് വേണ്ടി ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കാൻ പോവാണ്. ഈ ധ്യാനം മാത്രം കൊണ്ട് ചിലരുടെ മനസ്സ് നിശ്ചലമാവില്ല. ചിലർക്ക് അത് ഒരേ കാര്യം തന്നെ കുറേ നേരം ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ മടുപ്പുണ്ടാകും. അങ്ങനെ മടുപ്പുണ്ടാവുകയാണെങ്കിൽ അതേ കാര്യത്തിൽ തന്നെ മടുപ്പില്ലാതെ മുഴുകാൻ വേണ്ടിയിട്ട് അനുബന്ധമായ കാര്യങ്ങളും ചെയ്യാം. നമ്മളൊരു ധ്യാന വിഷയത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ മടുക്കും. ചിലർക്ക് മടുപ്പുണ്ടാവും, ചിലർക്കുണ്ടാവില്ല. ഉണ്ടാകാത്തവർ അത് മാത്രം ചെയ്താൽ മതി. ചിലർക്ക് മടുപ്പുണ്ടാവും. അങ്ങനെ മടുപ്പുണ്ടാവുകയാണെങ്കിൽ മനസ്സിനെ വീണ്ടും 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 ധ്യാന വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അനുബന്ധമായ ചില അഭ്യാസങ്ങളും സ്വീകരിക്കാം. അപ്പം ഇവിടെ മഹാമന്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കാൻ പോവാണ്. രാജപുത്ര, അത്യന്തം ശ്രേഷ്ഠവും പരമരഹസ്യവുമായ ഈ മന്ത്രത്തെ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കാൻ പോകുന്ന മന്ത്രം കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും. ഈ മന്ത്രത്തെ 7 ദിവസം ജപിച്ച് ധ്യാനിക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ഗഗനചാരികളായ ദേവഗന്ധർവാദികളെ കാണാൻ സമർത്ഥരായി ഭവിക്കും. 7 ദിവസം, 7 രാവും 7 പകലും, അതായത് സപ്തരാത്രം എന്നാണ്. സപ്തരാത്രം ച പഠൻ പുമാൻ പശ്യതി ഖേചരാൻ. സപ്തരാത്രം, 7 രാത്രികൾ. 7 രാത്രികൾ എന്ന് പറഞ്ഞാൽ 7 പകലുകളും. പകലും രാത്രിയും ഈ മന്ത്രം ജപിച്ച് ധ്യാനിക്കുന്ന ജീവന് ഖേചരികളായിട്ടുള്ള ആകാശചാരികളായിട്ടുള്ള സിദ്ധപുരുഷന്മാരെയും ദേവഗന്ധർവാദികളെയും കാണാൻ സാധിക്കും. അപ്പം 7 രാവും പകലും ഈ മന്ത്രം ജപിക്കണം എന്നുണ്ടെങ്കിൽ ഉറക്കത്തെ ജയിച്ചവർ ആയിരിക്കണം. ഉറക്കത്തെ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ധ്യാനം ശീലിച്ചിട്ടുണ്ടാവണം. കാരണം ആ ധ്യാനം ശീലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉറക്കത്തെ ജയിക്കാൻ സാധിക്കുക. അത്ര എളുപ്പമല്ല. അങ്ങനെ ഉറക്കത്തെ സപ്രസ് ചെയ്തുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് ഉറങ്ങാതെ 7 ദിവസം ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുകയും അരുത്. അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം. ശരീരം തരുന്ന സൂചനയാണ് അത് ആവശ്യമാണെന്ന്. അപ്പോൾ ഉറങ്ങണം. അപ്പം ഇവിടെ പറഞ്ഞത് ഈ അത്യന്തം ശ്രേഷ്ഠവും പരമരഹസ്യവുമായ, ഈ പരമരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടവർക്ക് മാത്രം മനസ്സിലാകുന്നത് എന്നർത്ഥം. പരസ്യമാക്കിയാലും രഹസ്യമായി നിൽക്കുന്നതെന്തോ അതാണ് ശരിക്കുമുള്ള രഹസ്യം. അപ്പം അതുകൊണ്ട് ഇവിടെ പരമരഹസ്യം. ഇനിയിപ്പോൾ അദ്ദേഹം മന്ത്രം വെളിപ്പെടുത്താൻ പോവാം. നമുക്ക് ചിലപ്പം ഒരു സംശയം ഉണ്ടാകും, ഈ പരമരഹസ്യം എന്നൊക്കെ ബിൽഡപ്പാണോ? ഏറ്റവും ശ്രേഷ്ഠവും പരമരഹസ്യവും ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കാനാണോ? എന്നിട്ട് അദ്ദേഹം മന്ത്രവും പറയുകയാണ്. അപ്പം അതിലെന്താ രഹസ്യമുള്ളത് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അത് രഹസ്യമാണ്. പരസ്യമാക്കിയാലും മനസ്സിലാകേണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഒരു കോഡ് ഭാഷയിൽ എഴുതിയ ഒരു സാധനം, ആ കോഡ് മനസ്സിലാകാത്ത ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ വല്ല കാര്യമുണ്ടോ? അത് പരസ്യമല്ലേ? അതെ. എന്നാലും അതിലെ ഉള്ളടക്കം രഹസ്യമല്ലേ? അതെ. അപ്പം അതുകൊണ്ട് രഹസ്യം എന്നുള്ള വാക്കിന് പരസ്യമാക്കിയാലും മനസ്സിലാക്കാൻ അധികാരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, രാജപുത്ര, അത്യന്തം ശ്രേഷ്ഠവും പരമരഹസ്യവുമായ ഈ മന്ത്രത്തെ, ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ 7 ദിവസം എന്ന് പറഞ്ഞാൽ രാവും പകലും ജപിച്ച് ധ്യാനിക്കുന്ന ജീവൻ ഗഗനചാരികളായ ദേവഗന്ധർവാദികളെ കാണാൻ സമർത്ഥരായി ഭവിക്കും. അപ്പം ഇത് കേട്ട ഉടനെ എന്നാൽ പിന്നെ നാളെ മുതൽ, അല്ലെങ്കിൽ ഇത് കേട്ട് ഉടനെ തന്നെ 7 ദിവസം രാവും പകലും ഇരുന്ന് ജപിക്കാം എന്ന് വിചാരിക്കരുത്. ഉറക്കത്തെയും വിശപ്പ്, ദാഹം തുടങ്ങിയതിനെയും ഒക്കെ നിയന്ത്രിച്ച് നിർത്തി ഈ മന്ത്രം മാത്രം 7 ദിവസം അതിന് പാകതയില്ലാതെ ജപിച്ചാൽ നൊസ്സായി പോകും. പിന്നെ നമ്മൾ വൈകുണ്ഠത്തിലായിരിക്കുകയല്ല പോവുക, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലായിരിക്കും ചെന്നെത്തുക. എന്നിട്ട് പഴി മുഴുവൻ ഭാഗവതകാരന് കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്ത് ചാടാൻ ഒരുമ്പെടരുത്. കാരണം ഇത് പറയുന്നത് ഇതിനു മുമ്പുള്ള ധ്യാനത്തെ വളരെ വിശദമായി വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ആ ധ്യാനം പരിശീലിക്കുന്ന ഒരാളുടെ മനസ്സ് സുദൃഢവും ഏകാഗ്രവും ആയി തീർന്നിട്ടുണ്ടാകും.
അങ്ങനെ സുദൃഢവും ഏകാഗ്രവുമായ ഭക്തി പുരസരം ഭഗവാനെ ധ്യാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ 7 രാവും പകലും ഈ മന്ത്രം അനസ്യൂതം ജപിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഭാഗവതത്തിൽ പറഞ്ഞു, ധ്രുവനോട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ 7 രാവും 7 പകലും ഇത് ജപിക്കാൻ പോവുകയാണ്. അരുത്, അങ്ങനെ ചെയ്യരുത്. അത് അപകടത്തിൽ ചെന്ന് ചാടും. ഇതിനു മുമ്പ് പറഞ്ഞത് ശീലിക്കണം. രാജപുത്ര, അത്യന്തം ശ്രേഷ്ഠവും പരമരഹസ്യവുമായ ഈ മന്ത്രത്തെ 7 ദിവസം ജപിച്ച് ധ്യാനിക്കുന്ന പുരുഷൻ, വെറുതെ ജപിച്ചാലും പോരാ, ജപിച്ച് ധ്യാനിക്കണം. മനുഷ്യന് സാധാരണഗതിയിൽ ഒരു കാര്യം മാത്രമേ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം മൾട്ടി ടാസ്കിങ് നമ്മുടെ ശ്രദ്ധയെ കുറയ്ക്കും എന്നാണ് ആധുനിക പഠനം തെളിയിക്കുന്നത്. പണ്ട് മൾട്ടി ടാസ്കിങ് വലിയ കാര്യമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതേ ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് വലിയ കാര്യമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അശാസ്ത്രീയമാണ്. മനുഷ്യന് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ. പക്ഷെ ഇവിടെ പറയുന്നു ജപവും ധ്യാനവും ഒരുമിച്ച് കൊണ്ടുപോകണം. ജപിച്ച് ധ്യാനിക്കുന്ന പുരുഷൻ. അപ്പം ഇത് സാധാരണമായ കാര്യമല്ല, സാധാരണമായ തലത്തിൽ നടക്കുന്ന കാര്യമല്ല. അഭ്യാസേണ തു കൗന്തേയ, ഗീതയിൽ കൃഷ്ണൻ അർജുനനോട്. ആരായി അർജുനൻ? സവ്യസാചിൻ, ലൗകികമായ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ചയാള്, 2 കൈകൾ കൊണ്ടും ഒരേപോലെ അസ്ത്രം പ്രയോഗിക്കുവാൻ കഴിവുള്ളയാള് സവ്യസാചിൻ. ലൗകിക വ്യവഹാരത്തിൽ കഴിവ് തെളിയിച്ച അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, അഭ്യാസം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സാധാരണ കഴിവ് പോരാ, അതിനപ്പുറമുള്ള ഒരു കഴിവ് വേണം. അവിടെ ശ്രദ്ധ ചോർന്നു പോകാതെ 2 കാര്യങ്ങളെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് നിശ്ചലമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സ് നിശ്ചലമായില്ല എന്നുണ്ടെങ്കിൽ 2 ഇന്ദ്രിയങ്ങളെ, 2 കാര്യങ്ങളെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് മനസ്സ് സുദൃഢവും ഏകാഗ്രവുമാണെങ്കിലോ 2 ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ഒന്നിലേക്ക് സമന്വയിപ്പിക്കാൻ സാധിക്കും. ഏകാഗ്രമാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അർത്ഥം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ പല വഴിയിലാണ്, നമ്മൾ പെരുവഴിയിലും. ആ പല വഴിയിൽ പോകുന്ന ഇന്ദ്രിയങ്ങളെ പതുക്കെ അഭ്യാസം കൊണ്ട് ഒരു വഴിയിലേക്ക്, നേർഗതിയിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ നിർത്തുകയാണ്. അപ്പോൾ അവിടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് സമന്വയിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജപവും ധ്യാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജപിക്കുന്ന സമയത്ത് ജപത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധ, ധ്യാനിക്കുന്ന സമയത്തിൽ ധ്യാനത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധ. ജപത്തിലും ധ്യാനത്തിലും ഒരേപോലെ ശ്രദ്ധയുണ്ടാകണമെന്നുണ്ടെങ്കിൽ മനസ്സ് ഏകാഗ്രവും സുദൃഢവുമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം. ഈ പ്രാക്ടീസ് കൊണ്ട്, ഈ ജപധ്യാനങ്ങളെ സമന്വയിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ട്, മന്ത്രം ജപിച്ചുകൊണ്ട് ദേവതയെ ധ്യാനിച്ചാൽ ക്രമേണ അത് സാധ്യമാകുമോ? ആകും. ഞാൻ ഒന്നും കൂടി പറയാം. ക്രമേണ, ആദ്യമൊന്നും സാധ്യമായില്ലെങ്കിലും ജപവും അതോടൊപ്പം തന്നെ ധ്യാനവും നമ്മൾ പരിശീലിക്കാൻ തുടങ്ങിയാൽ ക്രമേണ ജപധ്യാന സമന്വയത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. സമയമെടുക്കും, പക്ഷേ അതിനല്ല. അങ്ങനെ 7 ദിവസം ജപിച്ച് ധ്യാനിക്കുന്ന പുരുഷനാണ് സിദ്ധ ദേവ ഗന്ധർവാദി ഖേചരികളെ, ഖേചരാൻ എന്നാണ്, ആകാശചാരികളെ. ദേവഗന്ധർവന്മാർ മാത്രമല്ല, സിദ്ധന്മാരുമൊക്കെ ആകാശചാരികളാണ്. അങ്ങനെ ആകാശചാരികളായിട്ടുള്ള സിദ്ധന്മാരെ, യോഗിനികളെ, അവരെയൊക്കെ കാണാൻ സാധിക്കും. അവരെയൊക്കെ കണ്ടതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? അവരിൽ നിന്നെല്ലാം അമൂല്യമായിട്ടുള്ള അറിവുകളെ ശേഖരിക്കാൻ സാധിക്കും. നമ്മൾ ഏത് പന്ഥാവിലൂടെയാണോ മുന്നോട്ട് പോകുന്നത്, ആ പന്ഥാവിലൂടെയുള്ള യാത്ര സുഗമമാക്കുവാൻ ആവശ്യമായിട്ടുള്ള ടിപ്പുകൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടും.
അദ്ദേഹം തുടരുകയാണ്. ദേശകാലാവസ്ഥകൾക്കനുസൃതമായി കിട്ടുന്ന ദ്രവ്യങ്ങൾ ശേഖരിച്ച് പൂജാവിധി പ്രകാരം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രത്താൽ പരമപുരുഷനെ പൂജിക്കണം. പൂജാദ്രവ്യങ്ങൾ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. പതുക്കെ മന്ത്രം മാത്രം പോരാ. അപ്പം ആദ്യം മന്ത്രം പറഞ്ഞു, മന്ത്രം പറയാൻ പോവാണ്. ആ മന്ത്രമാണ് പ്രസിദ്ധമായിട്ടുള്ള ദ്വാദശാക്ഷരം എന്ന മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ജപിക്കണം. ഇതിൽ കേൾക്കുന്നവരിൽ പലരും ഇത് ജപിക്കുന്നുണ്ടാകാം. അല്ലാത്തവർക്ക് ഇത് ജപിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഭാഗവതത്തെ ഗുരുവായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട്, ഭാഗവതം എന്ന് പറയുന്നത് വ്യാസന്റെ വാക്കുകളാണ്, വ്യാസവാണിയാണ് ഭാഗവതം. ഏത് ശാസ്ത്രവും ഈശ്വരന്റെ വാക്കുകളാണ്. അതുകൊണ്ട് അത് ഈശ്വര സ്വരൂപം തന്നെയാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം അതുകൊണ്ടാണ് നമ്മൾ പരമപവിത്രമായി കരുതുന്നത്. ഭഗവാനെ കാണുന്നത് പോലെയാണ് ഈ ഗ്രന്ഥങ്ങളെ നമ്മൾ കാണുന്നത്. കാരണം ഇതിലെ പ്രതിപാദ്യ വിഷയം ഭഗവാനാണ്. ഇത് സാധാരണ ആളുകളുടെ വാക്കുകളല്ല, ഇത് ഈശ്വരനെ സാക്ഷാത്കരിച്ച മഹാത്മാക്കളുടെ വാക്കുകളാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ ആ മഹാത്മാക്കളെ പ്രതിനിധാനം ചെയ്യുന്നവയാണ്. ഈ ഗ്രന്ഥത്തെ ഭക്തി പുരസരം സമീപിച്ച് ഗ്രന്ഥകാരനായ വ്യാസന്റെ മൊഴികളാണ് ഇവയെന്ന പൂർണ്ണബോധ്യത്തോടുകൂടി ഈ മന്ത്രത്തെ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് സ്വീകരിച്ച് ജപിക്കാൻ സാധിക്കും. അങ്ങനെ ജപിക്കുന്നതാണ് ഇന്നത്തെ പല ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നും മന്ത്രം വാങ്ങിക്കുന്നതിലും നല്ലത്. ഗുരുമുഖത്ത് നിന്ന് തന്നെ മന്ത്രം സ്വീകരിക്കണം, സംശയമൊന്നുമില്ല. പക്ഷേ എങ്ങനെയുള്ള ഗുരുവായിരിക്കണം എന്നുള്ളത് ശാസ്ത്രം നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചന പ്രകാരമുള്ള ഗുരുക്കന്മാർ ഇന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അന്വേഷിച്ചിട്ട് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അവരുടെ തിരുമുഖത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷര സമൂഹങ്ങൾ മന്ത്രം തന്നെയാണ്. അല്ലാതെ വേഷം കെട്ടി നടക്കുന്നവരെല്ലാം ഗുരുക്കന്മാരാണ് എന്ന ധാരണയിൽ, ഗുരുക്കന്മാരിൽ നിന്ന് മന്ത്രം കിട്ടണമെന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് ആ ഏതെങ്കിലുമൊക്കെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് മന്ത്രം വാങ്ങിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഗുരു എന്ന് പറയുന്നത് ആ വ്യക്തിയല്ല, ആ വ്യക്തിയിൽ ഉൾക്കൊള്ളുന്ന ചൈതന്യമാണ്. അതിന് മരണമില്ല. ലിവിങ് ഗുരുവായിരിക്കണം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ജീവിച്ചിരിക്കുന്ന ഗുരുവായിരിക്കണം. അപ്പോൾ മരിച്ചുപോയ ഗുരുക്കന്മാരുണ്ടോ? ഗുരുവിന് മരണമുണ്ടോ? അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന വെളിച്ചത്തിന് മരണമുണ്ടോ? അപ്പം എംബോഡീഡ് ആയിട്ടുള്ള ഗുരുവായിരിക്കണം. നല്ലതാ അങ്ങനെയുള്ള ആളെ കിട്ടുകയാണെങ്കിൽ. ശരീരത്തോടു കൂടിയ നമുക്ക് പരിചിതമായ ഭാഷ സംസാരിക്കുന്ന ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, സംശയമൊന്നുമില്ല. ഗുരുമുഖത്തു നിന്ന് തന്നെ മന്ത്രം കിട്ടണം. പക്ഷെ അങ്ങനെ ഉത്തമരായിട്ടുള്ള ഗുരുക്കന്മാരില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ജപിക്കൊന്നും വേണ്ട. എന്നാൽ നീയിപ്പോൾ ഇന്നത്തെ കാലത്ത് ശാസ്ത്രം അനുശാസിക്കുന്ന ലക്ഷണങ്ങളോടുകൂടിയ ഗുരുക്കന്മാരൊന്നുമില്ല. ഗുരുക്കന്മാരിൽ നിന്ന് വേണം ഇതെല്ലാം അഭ്യസിക്കാൻ. അതുകൊണ്ട് ഇനി ഇതൊന്നും അഭ്യസിക്കേണ്ട. അങ്ങനെയും തീരുമാനിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ തീരുമാനിച്ചാൽ ഈ അനുപമമായ ആസ്വാദനം അലഭ്യമായിരിക്കും. ഒരു അസാമാന്യമായ സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തലം ഉണ്ട്. അത് അനുഭവിക്കാൻ പ്രയത്നിക്കണം. അതിൻ്റേതായിട്ടുള്ള അഭ്യാസം ചെയ്യണം. അപ്പം അതിനെന്താണ് ഇന്നത്തെ കാലത്ത് പറ്റിയത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഈ ഗ്രന്ഥത്തെ, ഇത് വ്യാസവാണിയാണ്, സാധാരണ ഇത് പ്രിന്റഡ് ആണ് ഓഫ് കോഴ്സ്. പക്ഷെ പ്രിന്റഡ് ആണെങ്കിലും കല്ലിലല്ലേ നമ്മൾ ശില്പം കൊത്തി വെച്ചിരിക്കുന്നത്. ആ ശില്പത്തെയല്ലേ നമ്മൾ ദേവതയാണ് എന്ന് കാണുന്നത്, കണ്ടാരാധിക്കുന്നത്. അപ്പോൾ ശില്പത്തിൽ അടങ്ങിയിരിക്കുന്ന ചൈതന്യത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലിപികളിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യാസ ചൈതന്യത്തെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല?
അപ്പോൾ ഇത് വ്യാസഭഗവാന്റെ ചൈതന്യമാണ് ഈ ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമരമാണ്, മരണമില്ലാത്തതാണ്. എത്രയോ കാലമായിട്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇത് പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വ്യാസവാണി അമരമായി അജയ്യമായി ജൈത്രയാത്ര തുടരുന്നു. അപ്പോൾ ആ വ്യാസവാണിയെ ഭക്തിപുരസരം സമീപിച്ച് അതിൽ നിന്ന് നദിയിലേക്കിറങ്ങി, ഗംഗാനദിയിലേക്കിറങ്ങി ഭക്തിപുരസരം ഒരു കൈക്കുടന്നയിൽ വെള്ളം കോരിയെടുക്കുന്നതുപോലെ ഈ സാഗരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് ഈ മന്ത്രത്തെ പതുക്കെ ഉദ്ധരിച്ചെടുക്കുക, സ്വായത്തമാക്കുക. അപ്പോൾ ആദ്യം ഈ മന്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ മന്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം വെറുതെ ജപിക്കണം. ആ മന്ത്രം നമ്മളുമായിട്ട് ഒന്ന് ലയിച്ചു ചേരണം, ഒന്ന് ട്യൂൺഡ് ആവണം നമ്മൾ ആ മന്ത്രവുമായിട്ട്. ആ മന്ത്രവുമായിട്ട് ട്യൂൺഡ് ആവാൻ എന്ത് ചെയ്യണം? ആ മന്ത്രം കുറച്ച് നേരം ജപിക്കണം, വെറുതെ ജപിക്കണം. അങ്ങനെ ജപിച്ച് 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 നമ്മുടേതായ ഒരു താളത്തിൽ നമുക്ക് ആ മന്ത്രം ജപിക്കാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ജപത്തിനൊരു താളമുണ്ട്. നമ്മുടെ സ്വതസിദ്ധമായ താളാനുസൃതം ആ മന്ത്രം നമുക്ക് ജപിക്കാൻ സാധിക്കും. ഇതിനൊന്നും വേറൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. നമുക്ക് തന്നെ ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തന്നെ ചെയ്യാനുള്ളൊരു ധൈര്യം വേണമെന്ന് മാത്രം. ഇനി ആ ധൈര്യം ഇല്ലെങ്കിൽ ഈ പുസ്തകത്തെ മുറുകെ പിടിച്ചോളൂ. ഇത് വ്യാസഭഗവാന്റെ വാക്കുകളാണ്, നമ്മളെ പറ്റിക്കില്ല. എന്നിട്ട് ആ മന്ത്രം കുറച്ച് കാലം ജപിക്കണം. ഏതു മന്ത്രവും നമ്മളുമായിട്ട് ലയിച്ച് ചേരാൻ ഒരു 10,000 ഒരു അയുത ജപം, അയുതം എന്ന് പറഞ്ഞാൽ 10,000 അയുത ജപം കൊണ്ട് ഏത് മന്ത്രവും നമ്മളുമായിട്ടൊന്ന് ലയിച്ച് ചേരും. അങ്ങനെ ഈ മന്ത്രം, ഈ പുസ്തകത്തെ ഒരു ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് വിളക്ക് കൊളുത്തി വെച്ച് ഈ പുസ്തകമെടുത്ത് 4-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 53ഉം 54ഉം ശ്ലോകങ്ങൾക്കിടയിലാണ് ഈ മന്ത്രം എഴുതി വെച്ചിരിക്കുന്നത്. 53ാമത്തെയും 54ാമത്തെയും ശ്ലോകങ്ങൾക്കിടയിലാണ് ഈ മന്ത്രം എഴുതി വെച്ചിരിക്കുന്നത്. ആ മന്ത്രത്തെ ഈ പുസ്തകം തുറന്ന് ഭക്തി പുരസരം ഒന്ന് കാണുക. കാണുമ്പോൾ അത് വായിക്കുക തന്നെയാണ് ചെയ്യുന്നത്. വായിക്കുമ്പം ഭഗവാൻ വ്യാസൻ നമുക്ക് ആ മന്ത്രം ഉപദേശിച്ച് തരുന്നതായിട്ട്, അല്ലെങ്കിൽ നാരദമുനി, അല്ലെങ്കിൽ ശുകബ്രഹ്മർഷി ഉപദേശിച്ച് തരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ മന്ത്രം അവിടെ ഇരുന്ന് തന്നെ ഒരു 108 ജപിക്കുക. എന്നിട്ട് ക്രമേണ ആ മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ജപിച്ച് 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 ഏകദേശം 10,000-ഓളം ഉരുവാകുമ്പോഴത്തേക്കും അത് നമ്മളുമായിട്ട് ഒന്ന് ബാലൻസ്ഡ് ആവും. ഇത് ചെയ്തു നോക്കാവുന്ന കാര്യമാണ്. ഈ മന്ത്രങ്ങൾക്കൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാൻ കോപിക്കുമോ? നമ്മളോട് നേരത്തെ വർണ്ണിച്ച ആ ഭഗവത് സ്വരൂപത്തിൽ എവിടെയും കോപിക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് വ്യഗ്രതയോടുകൂടി നിൽക്കുന്ന ഈശ്വര സ്വരൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ മന്ത്രം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ വ്യക്തമായിട്ട് പറയില്ലായിരുന്നു. പല മന്ത്രങ്ങളും കോഡഡ് ലാംഗ്വേജിലാണ് പറയുക. മന്ത്രത്തെ ഉദ്ധരിക്കാൻ അറിഞ്ഞാൽ മാത്രമേ മന്ത്രം മനസ്സിലാവുകയുള്ളൂ. മന്ത്രം കോഡ് ഭാഷയെ പറഞ്ഞ ആ കോഡ് മനസ്സിലാക്കിയാൽ മാത്രമേ മന്ത്രത്തെ നമുക്ക് അപഗ്രഥിച്ച് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇത് തുറന്നാ പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഭക്തിപുരസരം ഈ മന്ത്രത്തെ സ്വീകരിക്കാം. എന്നിട്ട് ഇത് കുറച്ച് കാലം ജപിച്ച് അതുമായിട്ടൊന്ന് ട്യൂൺഡ് ആകണം. ഈ ദേശകാല അവസ്ഥ, ഈ മന്ത്രത്തെ ട്യൂൺഡ് ആയി കഴിഞ്ഞ് മന്ത്രവും ധ്യാനവും കൂടി ഒരുമിച്ച് പരിശീലിക്കണം. ഇനി ധ്യാനം മാത്രം പോരാ, അനുബന്ധമായിട്ട് മന്ത്രജപവും കൂടി പറഞ്ഞു. ഇനി ധ്യാനവും മന്ത്രജപവും മാത്രം പോരാ, കുറച്ചും കൂടി വേണം. ചിലർക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ചെയ്താലേ ഈ ഏകാഗ്രതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി പൂജ പറയുകയാണ്. മനസ്സ് വല്ലാണ്ട് ചെതറിക്കിടക്കുന്നവർക്ക് അതിനെ ഏകാഗ്രമാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ മനസ്സ് പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നവരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് പൂജ പറയുന്നത്. പൂജ ചെയ്യുമ്പം പലയിടങ്ങളിലായി പലതിലും ചിതറിക്കിടക്കുന്ന മനസ്സിനെ പതുക്കെ 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 ഒരിടത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നീട് ആ ഒരിടത്ത് നിന്ന് ഒരു മന്ത്രജപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.
ആ ഒരു മന്ത്രജപത്തിൽ നിന്ന് ഒരു ധ്യാന വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ ധ്യാന വിഷയം പിന്നീട് നമ്മളെ പതുക്കെ 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 പരമാനന്ദ പ്രാപ്തിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ആ പൂജ എങ്ങനെയാണ് മനസ്സിനെ സമന്വയിപ്പിക്കുന്നത്, പലയിടത്ത് പലതിലായി ചിതറിക്കിടക്കുന്ന മനസ്സിനെ എങ്ങനെയാണ് ഒരിടത്തേക്ക് കൊണ്ടുവരുന്നത് എന്നത് നോക്കാം.